ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഗ്രീൻ പീസ് വെള്ളക്കുറുമയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു മുറി നാളികേരമാണ്. ഒരു മുറി നാളികേരം, ഒരു മീഡിയം സൈസ് നാളികേരം. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവോള, മീഡിയം സൈസ് സവോള, ഒരു 10-12 വെള്ളുള്ളി, ഒരു 3/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണത്. പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ നമ്മൾ ആ പെരിഞ്ജീരകത്തിൽ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കാം. ഇനി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നികര വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 4 പച്ചമുളക് അതിലേക്ക് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം മാത്രം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ആ ഗ്രീൻ പീസിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊരു 3-4 വിസിൽ നമ്മൾ ആ പാകത്തിനടിച്ച് അതിൻ്റെ വേവിന് കണക്കാക്കി അടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങ ചിരവിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കുതിർത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പെരിഞ്ജീരകം കുതിർത്ത് വെച്ചത്. ഇതേപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ പെരിഞ്ജീരകം അരഞ്ഞ് വരുമ്പോൾ. അപ്പം ഞാനൊരു 4 വിസിൽ കഴിഞ്ഞിട്ട് ആ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസൊക്കെ ഒരുവിധം നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 1.25 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് സവോള ചെറുതായി അരിഞ്ഞതും പിന്നെ ആ വെള്ളുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. നിർബന്ധമായിട്ട് ചതച്ച് തന്നെ ചേർക്കണം, അപ്പോഴാണ് കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. അത് നന്നപോലെ ഒന്ന് മൂപ്പിച്ച് വരുന്ന സമയത്ത് ബാക്കി 6 പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം നമ്മളിതിലേക്ക് 10 പച്ചമുളകാണ്. ഇനി ഒരല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ പീസ് പുഴുങ്ങുന്ന സമയത്ത് ഒരല്പം ചേർത്തു. ഇപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരല്പം ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ഒരു കളറിനും ഭംഗിക്കും പിന്നെ നല്ലൊരു ടേസ്റ്റിനൊക്കെ കൂടിയിട്ടാണ്. അത് വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റി ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം. ആ സവോളയും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പച്ചമുളകെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ബോയിൽ ചെയ്ത് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നേരത്തെ വെന്ത ഗ്രീൻ പീസാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സവോളയും ഗ്രീൻ പീസും എല്ലാം ഒന്ന് സെറ്റായിട്ട് ആ വെള്ളുള്ളിയൊക്കെ നല്ല സെറ്റായി വരുന്ന ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് കറക്റ്റ് നമ്മളെ കുറുമയുടെ ആ തിക്കിനനുസരിച്ച് നമ്മൾക്ക് കറക്റ്റാക്കി എടുക്കാം. ഇപ്പം നല്ലൊരു മണമാണ് വരുന്നത്. ആ പെരിഞ്ജീരകത്തിൻ്റെ മണം നല്ലൊരു ടേസ്റ്റാണ്. ആ വെള്ളുള്ളിയുടെയൊക്കെ കുറുമ എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകവും വെള്ളുള്ളിയാണ്. അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3/4 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 1/4 കിലോ 250 ഗ്രാം ഗ്രീൻ പീസിന് ഉള്ള കണക്കാണിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി ഒരല്പം കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായി വരുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഗ്രീൻ പീസ് വെള്ളക്കുറുമ വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാറ്റും നല്ല സൂപ്പറായിരിക്കും. ഇപ്പോൾ ഞാനതാ ഒരു തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾക്ക് കറിയെല്ലാം കറക്റ്റ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 6 ചുവന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് അത് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ ചുവന്നുള്ളി കൂടി മൂപ്പിച്ചിടുന്ന സമയത്ത്. എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറുമ വെക്കാത്തവരാരുമില്ല, എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ പെരിഞ്ജീരകം ഇട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഉള്ളി മൂപ്പിച്ച് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് വൈറ്റ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ അത് വേറെ ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയാണ് ഈ ഗ്രീൻ പീസ് കുറുമ. അപ്പോൾ ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.